സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കി വ്യാപാരികളുടെ രാപ്പകൽ സമരം രണ്ടാം ദിവസത്തിലാണ്. ചില്ലറ റേഷൻ വ്യാപാരികളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഒരു ഭക്ഷ്യമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാവിലെ ആരംഭിച്ച സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ 14,000-ലധികം റേഷൻ കടകൾ അടച്ചിട്ടാണ് വ്യാപാരികളുടെ സമരം. സമരവേദിയിൽ ഇടതു നേതാക്കൾ ഉൾപ്പെടെ ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് അപര്യാപ്തമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് തന്നെ ഭക്ഷ്യമന്ത്രിയുമായി ഈ വിഷയങ്ങളിൽ സംസാരിക്കുമെന്നും രമേശ് ചെന്നിത്തല. നിങ്ങൾ നടത്തുന്ന ഈ സമരം വളരെ ന്യായമായ സമരമാണ്. ഈ സമരത്തിന് രാഷ്ട്രീയമില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഭക്ഷ്യമന്ത്രിയോട് സംസാരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ കൂട്ടായി പരിശ്രമിക്കാം. ഇന്നുകൂടി സമരം തുടരുന്നതോടെ തുടർച്ചയായി 4 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു. ആവശ്യങ്ങൾ അനുകൂലമായി പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ റേഷൻ വ്യാപാരികൾ ആലോചിക്കുന്നുണ്ട്. ഇന്നും കൂടി ഈ സമരത്തിനൊരു പര്യാപ്തി അവസാനിച്ചാലും ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായി റേഷൻ വ്യാപാരികളുടെ മിതവും ന്യായമായ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോകും. ഒരിക്കലും ഞങ്ങൾ ജനങ്ങൾക്കെതിരല്ല. വൈകുന്നേരം 5 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം.